മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫെബ്രുവരി 25-ാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒന്നാമത്തെ വായന യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. യോന ജെറോബാം രണ്ടാമൻ്റെ കാലത്ത് ഇസ്രായേലിൽ അവതരിച്ച ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ സന്ദേശം അസ്രിയായുടെ തലസ്ഥാനമായ നിനിവേയിൽ അറിയിക്കുകയാണ് യോന ചെയ്തത്. നിനിവേക്കാർക്ക് ഒരു പ്രവാചകനെ ലഭിച്ചു യോനയിലൂടെ. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് ലോകത്തിൻ്റെ തന്നെ രക്ഷകനായ യേശുവിനെ ലഭിച്ചു. എന്നിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. യോന തൻ്റെ പ്രവാചക ദൗത്യങ്ങളുടെ സമയത്ത് അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടില്ല. യോന നിനിവേ ജനതയോട് പറഞ്ഞു, 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നാശത്തെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ച്, ദുരിതങ്ങളെക്കുറിച്ച് യോന നിനിവേക്കാരോട് പറഞ്ഞു. ഒരു വാഗ്ദാനവും യോന ആ ജനത്തിന് കൊടുക്കുന്നില്ല. എന്നാൽ യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തന്നിലേക്ക് തിരിച്ചു വരുന്നവർക്ക് പാപമോചനവും ദൈവരാജ്യവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് അവർ അവനെ തള്ളിപ്പറയുവാൻ വേണ്ടി പല കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അവർ ചോദിക്കുന്നു, നീ അടയാളങ്ങൾ കാണിക്കുക. ഈശോ വ്യക്തമായി പറയുന്നു, യോനയുടെ അടയാളമല്ലാതെ വേറൊരു അടയാളവും നിങ്ങൾക്കിനി ലഭിക്കാനായിട്ട് പോകുന്നില്ല. യോന ജനത്തോട് പറയുന്നു, നിങ്ങൾ അനുതപിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത്. നിനിവേ നിവാസികൾ വിഗ്രഹാരാധകരായിരുന്നു. അവർക്ക് അവകാശപ്പെടാൻ വലിയ പാരമ്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മോശയെ പോലെ നിയമദാതാവ് ഉണ്ടായിരുന്നില്ല. സാമുവേലിനെ പോലെ ന്യായാധിപന്മാരുണ്ടായിരുന്നില്ല. ദാവീദിനെ പോലെ രാജാവുണ്ടായിരുന്നില്ല. പ്രവാചകന്മാരെ പോലെ ആത്മീയമായ ആചാര്യന്മാർ അവർക്കുണ്ടായിരുന്നില്ല. പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒന്നും നിനിവേയിലെ ജനത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, അനുതാപത്തിലേക്ക് കടന്നു വരുന്നവർക്ക് പാപമോചനം വാഗ്ദാനം ചെയ്യുകയാണ്. സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുകയാണ്. യഹൂദന്മാർക്ക് ഒത്തിരിയേറെ ദൈവികമായ വെളിപാടുകളുണ്ടായി. അവർക്ക് പ്രവാചകന്മാരുണ്ടായി, അവർക്ക് രാജാക്കന്മാരുണ്ടായി, അവർക്ക് ന്യായാധിപന്മാരുണ്ടായി. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയല്ലേ വായിച്ചു കേൾക്കുന്നത്? അധികം സ്വീകരിച്ചവരിൽ നിന്ന് അധികം ആവശ്യപ്പെടുമെന്ന്. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിച്ച ജനത്തിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന് അവിടുന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുമെന്ന്. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ സഭയിൽ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി നമ്മൾ കുദാശകൾ സ്വീകരിക്കുന്നു, വചനങ്ങൾ കേൾക്കുന്നു. ഒത്തിരിയേറെ വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങൾ മാതൃകയായി നമുക്ക് നൽകപ്പെടുന്നു. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പശ്ചാത്തപിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടെ നിനിവേ ജനതയെ പോലെ നമ്മൾ തയ്യാറാകണമെന്നാണ് സുവിശേഷം പറയുന്നത്. മറിച്ച് യേശുവിൽ വിശ്വസിക്കാതെ ഇരിക്കുവാൻ കാരണം തേടുന്ന യഹൂദനെ പോലെ നീ ആകരുതെന്ന് ഇന്നിൻ്റെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു നൊയമ്പ് കാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ നിനിവേ ജനങ്ങൾ അവർ ഉപവസിച്ചപ്പോൾ അവിടെ മേൽ പ്രവർത്തിക്കാനിരുന്ന തിന്മ
പിൻവലിച്ചുവെന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒരു കാലെടുത്തു വെച്ചാൽ അവിടുന്ന് ഓടിവരും. അവിടെ നമ്മളെ കൈക്കുമ്പിളിൽ കൊണ്ടു നടക്കും. ഒരു ഇനിഷ്യേറ്റീവ്, ഒരു താല്പര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഈ നൊയമ്പ് കാലം നമ്മുടെയൊക്കെ കുറവുകളെ കുറിച്ച് പശ്ചാത്തപിക്കുവാനുള്ള ഒരു കാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.